ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എൻ്റെ നഷ്ടങ്ങൾ തന്നെയാണ്. കാരണം ആ നഷ്ടങ്ങളിൽ ഏറെയും എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു. നിങ്ങളുടെ ശക്തിയെക്കുറിച്ചോ പോരായ്മകളെക്കുറിച്ചോ മറ്റുള്ളവർ കൂടുതൽ അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. സങ്കടം പറഞ്ഞാൽ ആശ്വസിപ്പിക്കും എന്ന് ഉറപ്പുള്ള ഒരാളെയെങ്കിലും ജീവിതത്തിൽ സമ്പാദിച്ചു വച്ചേക്കണം. തനിച്ചാകുമ്പോൾ തണലാകാൻ ആ ഒരാൾക്ക് മാത്രമേ കഴിയൂ. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കാതിരിക്കുക. നല്ലൊരു കേൾവിക്കാരനാകുക. അതിനേക്കാൾ അത് നന്നായി മനസ്സിൽ സൂക്ഷിക്കുക. നമ്മിൽ അണയ്ക്കേണ്ട കനലുകൾ നമ്മിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പറഞ്ഞു കൊടുക്കരുത്. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയെന്ന് തിരിച്ചറിയാനാവൂ. കുടുംബത്തിനു വേണ്ടി ജീവിക്കണം. എന്നാൽ കുടുംബത്തിനും മാത്രമായി ജീവിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാനും ഈ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞ് വരുമ്പോൾ കഴിയാത്തതാണെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. ശരിയായ സമയമെന്നാൽ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കാത്തിരിക്കുന്നത് തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ പാഴാകും. ഒന്നും സംഭവിക്കില്ല. നാം തളരുമ്പോൾ തന്നെ ചേർത്തു പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മോട് സ്നേഹമുള്ളവർ. ബാക്കി എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മെ കാണുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. അതുപോലെ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാകും. എന്നാലും ജീവിക്കുക. ഒറ്റയ്ക്കാകുക എന്നാൽ കരുത്തരാകുക എന്നു കൂടിയാണ്. സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും. സ്വന്തം കാര്യങ്ങളെ ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി തീരുന്നത്. ജീവിതത്തിൽ നമ്മെ തളർത്താൻ ശ്രമിച്ചവരെ നമ്മുടെ വാക്കുകൾ കൊണ്ടല്ല, പകരം വിജയം കൊണ്ടാണ് നേരിടേണ്ടത്. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരാനുള്ള വഴികൾ മാറ്റി ചിന്തിക്കുക. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്ക് അത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടും എന്നത്. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. നിങ്ങൾക്ക് ഒരാളെ പറ്റിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീ ആലോചിക്കേണ്ടത് അയാൾ എത്ര മണ്ടനാണ് എന്നല്ല, അയാൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്നാണ്. ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കാത്തത് പിന്നീട് എത്ര പ്രാവശ്യം ലഭിച്ചാലും സന്തോഷമുണ്ടാവില്ല. അത് സ്നേഹമായാലും. നിങ്ങളെ വിശ്വസിക്കാത്ത മനുഷ്യർക്ക് വേണ്ടി നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തരുത്. അവരെ അവരുടെ വഴിക്ക് തന്നെ വിട്ടുകളയുക. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്തവരൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. മറ്റുള്ളവരെ സഹായിക്കുക. അതിന് കഴിയുന്നില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ യോഗ്യമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക. ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കാനുള്ള ഹൃദയമുണ്ട്. പുറമേ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട്.